സുഹൃത്തുക്കളെ, ബിയോണ്ട് ടെക്സ്റ്റ് ബുക്കിൻ്റെ അടുത്ത എപ്പിസോഡ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് അയണും അതുപോലെ അനീമിയയ്ക്കാണ്. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷനാണ് ഇതിൽ ഞാൻ പറഞ്ഞിരുന്നു, ചിലത് ഈ എപ്പിസോഡിൽ പറയാമെന്ന്. അപ്പോൾ അതിന് നമുക്കറിയേണ്ടത് ഏറ്റവും കോമൺ ടെസ്റ്റുകൾ ഈ ഹീമോഗ്ലോബിൻ അല്ലെങ്കിൽ അയൺ ഡെഫിഷ്യൻസി, അതിലൊന്ന് പ്രത്യേകിച്ച് ഹീമോഗ്ലോബിൻ, ഒന്നിൻ്റെ പേരാണ് ഹീമോഗ്രാം, രണ്ടാമത്തെ കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് CBC. ഇനി അനീമിയയ്ക്ക് എന്തൊക്കെയാണ് കോമൺ റീസൺസ്? ഏറ്റവും കോമൺ റീസൺ അയൺ ഡെഫിഷ്യൻസിയാണ്, അതിന് സംശയമൊന്നുമില്ല. രണ്ടാമത്തെ റീസൺ ബ്ലഡ് പോവുക ബോഡിയിൽ നിന്ന്. മൂന്നാമത്തെ റീസൺ RBCയുടെ കൗണ്ട് കുറയുക. നാലാമത്തെ ചില വേംസ് ഇരകൾ നമ്മുടെ ബോഡിയിൽ നിന്ന്, ഉദാഹരണം പറഞ്ഞാൽ ഹുക്ക് വേം. അഞ്ചാമത്തെ ചില വിറ്റാമിൻസ് ഡെഫിഷ്യൻസി വരും, B12 B9 ഒക്കെ ഡെഫിഷ്യൻ്റ് ആയാൽ ഈ അനീമിയ കാണിക്കും. ഇനി പ്ലാന്റ്സിൽ നിന്ന് എങ്ങനെയാണ് നമുക്ക് അയൺ കിട്ടുക അല്ലെങ്കിൽ ഹീമോഗ്ലോബിൻ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുക? അതിലൊന്ന് റാഗി, എലൂസൈൻ കൊറാക്കാന എന്ന് പറയും, ഫിംഗർ മില്ലറ്റ്. ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഫുഡാണ്, നല്ല ഫുഡാണ്. ഇതിൽ ഏകദേശം 3.9 മില്ലിഗ്രാം അയണാണ് പെർ 100 ഗ്രാം, ഒക്കെ 100 ഗ്രാമിലാണ് കേട്ടോ. ഇനിയുള്ളത് എള്ളിൽ ബ്ലാക്കാണ് നല്ലത്, അതിൽ കുറച്ചും കൂടെ കൂടുതലുണ്ട് അയൺ, ഏകദേശം ഒരു 14.6 മില്ലിഗ്രാം പെർ 100 ഗ്രാം ഉണ്ട്. ഇനി അടുത്തത് അമരാന്തസ്, നമ്മുടെ ചീരയിൽ ചുമപ്പാണ് കുറേ കൂടെ നല്ലത്. ഇതിൽ ഏകദേശം 2.3 മില്ലിഗ്രാം തൊട്ട് ഒരു 7.5 മില്ലിഗ്രാം, ഒക്കെ 100 ഗ്രാമിലാണ് കേട്ടോ. ഇനി അടുത്ത് മുരിങ്ങ ലീഫും ഉണ്ട്, മുരിങ്ങ കായുണ്ട്, ഫ്രൂട്ടും ഉണ്ട്. ഇപ്പോൾ ഓണം സീസണാണ്, വില കൂടുതലാണ്. മുരിങ്ങയിൽ ലീവ്സിലാണ് കുറച്ചും കൂടി ഉള്ളത്, 10 മില്ലിഗ്രാം തൊട്ട് ഒരു 20-22 മില്ലിഗ്രാം വരെ ഉണ്ട് പെർ 100 ഗ്രാം. ഫ്രൂട്ടിൽ കുറച്ചും കൂടെ കുറവാണ്, ഏകദേശം ഒരു 0.3 ഗ്രാം തൊട്ട് ഒരു 0.5 മില്ലിഗ്രാം ടു ഒരു 0.5 മില്ലിഗ്രാം പെർ 100 ഗ്രാമാണ്, ഒക്കെ മില്ലിഗ്രാമിലാണ്, 100 ഗ്രാമിലാണ് ടോട്ടൽ. ഇനി അടുത്തത് ഡേറ്റ്സ്, ഈന്തപ്പഴം നമ്മൾ പറയുമ്പോൾ ഏകദേശം ഒരു 0.9 മില്ലിഗ്രാം തൊട്ട് ഒരു മില്ലിഗ്രാം വരെയുണ്ട് പെർ 100 ഗ്രാം. പിന്നെയുള്ളത് പംകിൻ സീഡ്, മത്തൻകുരു നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, അതിൽ ഏകദേശം ഒരു 8.8 മില്ലിഗ്രാം അയൺ ഉണ്ട് പെർ 100 ഗ്രാം. ഇനി അടുത്തത് ഉണക്കമുന്തിരി, റൈസീൻസ്. ഇതിൽ ഏകദേശം 1.8 മില്ലിഗ്രാം തൊട്ട് ഒരു 2.6 മില്ലിഗ്രാം പെർ അയണാണ് ഉള്ളത്. അപ്പോൾ ഇതൊക്കെ പ്ലാൻ അയണും പ്രോട്ടീനുമാണ് സപ്ലൈ ചെയ്യുക, പ്ലാന്റ് അയണാണ് സപ്ലൈ ചെയ്യുക. ഇനി നമുക്ക് അടുത്ത എപ്പിസോഡ് നമ്മൾ ഓണത്തിന് ശേഷമാണ്. അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും നല്ലൊരു ഓണം ആശംസിക്കുന്നു. അടുത്തത്, നിങ്ങളിതൊക്കെ കഴിക്കുമ്പോൾ നിങ്ങളെന്തെങ്കിലും ടാബ്ലറ്റ് സ്പെസിഫിക് ആയിട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ ഡോക്ടറായിട്ട് കൺസൾട്ട് ചെയ്ത് കഴിക്കുക. അതുപോലെ തന്നെ പഴമക്കാർ പറയും ചില സീസണിൽ കർക്കിടകത്തിലൊന്നും ഇലകൾ കഴിക്കരുതെന്ന്. ഇലകളിൽ കണ്ടമാനം അയണുള്ളതാണ്, അപ്പോൾ കർക്കിടകത്തിൽ ഇലകൾ അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. ഇതെല്ലാം നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടമായാൽ ബിയോണ്ട് ടെക്സ്റ്റ് ബുക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിർത്തട്ടെ, മറ്റൊരു